ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഓഫ് ഡേ, അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിവേ രാവിലെ എൻ്റെ ഒരു മോർണിംഗ് പ്രെയറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. സോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി മാസമായി. ഇപ്പം ഞാൻ അഡ്ജസ്റ്റൊക്കെ ആയി വരുന്നുണ്ട്. സോ പിന്നെ ലേസി ഡേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ ഉള്ളൂ ഇനി ബാക്കി. പിന്നെ 2-3 ദിവസം എനിക്ക് അടുപ്പിച്ച് ഡ്യൂട്ടി, അപ്പം ഞാൻ വിചാരിച്ച ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതാണ്ട് കിടക്കുന്നു നല്ല സണ്ണി ഡേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെളിയിലൊക്കെ ആകെ നിൽക്കാം. ഇടയ്ക്കൊക്കെ അല്ലേ ഈ പുള്ളിക്കാരനെ കാണുന്നത്. അപ്പോൾ വെയിലൊക്കെ എന്തായാലും ഇച്ചിരി നേരം കൊള്ളാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിലൊക്കെ നിന്ന് കൊണ്ടു. അങ്ങനെ കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സണ്ണി ഡേയ്സാണ്. അതിന് മുമ്പ് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് ക്ലീനിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് എന്തായാലും പനീർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. പിന്നെന്താ ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. തുണികളൊക്കെ ഉള്ളതൊക്കെ വാഷിങ്ങിനൊക്കെ ഓൾറെഡി ഇട്ടു. സോ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ഫിനിഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എടുത്തിടാമല്ലോ, അങ്ങനെ വിചാരിച്ചു. പിന്നെ നാളത്തേക്ക് കുറച്ച് പയർ തോരനൊക്കെ വെച്ചു. ചോറിൻ്റെ കൂടെയൊക്കെ പയർ തോരൻ നല്ലതല്ലേ. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്, നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയുമോ ഇടയ്ക്ക്? എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടാൽ മതി, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇടണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്സൊക്കെ ചെയ്ത് വിടണം കേട്ടോ. പിന്നെന്താ വേറെ, ഇടയ്ക്ക് ക്ലീനിങ്ങും പരിപാടികളൊക്കെ കാരണം ഫുഡ് പ്രിപ്പറേഷനൊക്കെ കഴിയാറായി ഏകദേശം. സോ നമുക്കെല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെന്താ ഞാൻ പറയാൻ മറന്നുപോയി, ഞാനിവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നേഴ്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാൻ എന്തെങ്കിലും റിലേറ്റഡായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ ഇടാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഷുവറായിട്ട് തന്നെ ഒന്ന് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ബിരിയാണി റെഡിയായി. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഈ ബിരിയാണിയാണ് എനിക്ക്. പിന്നെ ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പരിപാടികൾ ഇപ്പം നടക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ അയർലൻഡ് നല്ലൊരു കൺട്രിയാണ്. ആർക്കെങ്കിലും മൈഗ്രേറ്റൊക്കെ ചെയ്യണമെങ്കിൽ ഒരു നല്ല കൺട്രി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വന്നിടത്തോളം എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇവിടെ എങ്ങനെ വന്നു, പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ എപ്പോഴത്തേക്ക് എൻ്റെ തുണികളെല്ലാം വാഷായി കഴിഞ്ഞാൽ പിന്നെ അതിനി പറക്കിയിട്ടാൽ മതി. ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം എൻ്റെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. ബൈ.